ബ്രിഡ്ജറ്റ് മേരി എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ കല്ലറയാ. ഈ കൊച്ച് ജനിച്ച അതേ ദിവസം മരിച്ചു. ബ്രിട്ടീഷുകാരുടെ ആ കുതിര, നമ്മൾ തപ്പിക്കൊണ്ടുവന്ന കുതിര ഇതാണ്. ഈ 3 സെക്ഷൻ വരുന്നത്. ഏട്ടാ, ഈ കുതിര എന്ന് പറയുമ്പം ഈ പള്ളി പണിഞ്ഞത് റെവറൻ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറയുന്ന ഒരു ഇന്ന് ഏലപ്പാറ റൂട്ടിൽ വരുന്ന ഒരു പള്ളിക്കുന്നൊരു പള്ളിയിലാണ് നിൽക്കുന്നത്. ഈ പള്ളിയിൽ വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത നമുക്ക് ആ പള്ളിയിൽ തന്നെ പോയി നോക്കാം. പ്രത്യേകത എന്ന് പറയാൻ ഇതുവരെയും ഒരു പള്ളിയിലും കാണാത്തൊരു വലിയൊരു അത്ഭുതമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണെന്ന് അവിടെ പോയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകത എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു കുതിരയുടെ കല്ലറ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അധികം ടൂറിസ്റ്റുകാർ എത്താത്തൊരു കിടില സ്പോട്ടാണ്, പക്ഷേ അത് ആർക്കും അറിയത്തില്ല. അപ്പം നമുക്ക് ആ സ്പോട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഏകദേശം 1869 പള്ളിയാണ് ഈ കാണുന്നത്. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പുതിയൊരു കെട്ടിയാണെന്ന് പള്ളി പഴക്കം ബാക്കിലാണെന്ന് തോന്നുന്നു. അപ്പോൾ കുതിരയുടെ കല്ലറയൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ ആളെ കണ്ടില്ല, നമുക്കിവിടെ ആരെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാം. അവരോട് തന്നെ ചോദിക്കാം ഈ പള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ വന്ന വഴി കണ്ടതാണ് ഇങ്ങനെ ഒരു പള്ളിയെക്കുറിച്ചും ഇങ്ങനൊരു സംഭവം ഉള്ളതെന്നും എല്ലാം. നമുക്ക് അറിഞ്ഞപ്പോൾ ഒരു ആകാംക്ഷ, അതിനൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. കണ്ടില്ല, ഇവിടെ വലിയൊരു പയൻമരമൊക്കെ ഉണ്ട്. കിടില സ്പോട്ടാണ്. അപ്പോൾ നമുക്കിവിടെയുള്ള ഈ ചേട്ടന്മാർ തന്നെ ചോദിക്കാം, ഈ പള്ളി പഴയ പള്ളി ഏതാ കേട്ടോ? പഴയ പള്ളി ഏതാണ്? ഇവിടെ ചേച്ചി അവർക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. ഇവിടുത്തെ ഒരു വിഷ്വൽ കാണുന്നതൊക്കെ അറിയാം എന്താണ് കിടിലം വൈബാണ്. കാര്യം അധികം ടൂറിസ്റ്റുകാർ എത്താത്തൊരു സ്ഥലമാണ്. പള്ളിക്കകത്ത് വീഡിയോ അലൗഡ് ആണെന്ന് അറിയത്തില്ല. ഇതാണോ ആ പള്ളിയൊന്നും അറിയത്തില്ല. ചോദിച്ചപ്പോൾ ആൾ ഇവിടെയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും ആ പള്ളിയും ചെറിയൊരു പള്ളിയാണ് സംഭവം. കണ്ടല്ലോ, നമുക്ക് അവിടെ പോയി പാസ് എടുത്തിട്ട് അകത്തോട്ട് പോകാം. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയി നമുക്ക് കാണാം. ചെറിയ സിനിമയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് കിടിലൊരു സ്ഥലമാണ്. പാസ് എടുക്കാൻ പോകാം. റിമൂവ് യുവർ ഷൂ, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺ. വന്നപ്പോൾ ഇവിടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു കല്ലറ ഏകദേശം 200 വർഷം പഴക്കമുള്ളൊരു കല്ലറയാണ് നിങ്ങളീ കാണുന്നത്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടില്ലേ, 1920 കല്ലറയാണ്. ഇതാണ് ആ കല്ലറ. അടുത്ത കല്ലറ ഇതായിരിക്കുന്നു. ഈ കല്ലറ 1896 കല്ലറയാണ്. ഇത് ഏകദേശം നല്ല പഴക്കമുണ്ട്. ആ ബ്രിട്ടീഷുകാരുടെ ആ കുതിര, നമ്മൾ തപ്പിക്കൊണ്ടുവന്ന കുതിര ഇതാണ്. അങ്ങനെ ഒരു പള്ളിയിലില്ലാത്ത വലിയൊരു സംഭവമാണ് അവരിവിടെ അടക്കിയിരിക്കുന്ന കുതിരയെ. കണ്ടില്ലേ? അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു കുതിരയെ വളർത്തിയ ഒരു കണ്ടില്ലേ കല്ലറയാണ്. പേര് കറക്റ്റ് അറിയത്തില്ല, പേര് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു സെമിത്തേരിയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, സെമിത്തേരിയിലെ വിഷുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിപ്പിക്കുന്ന വിഷുവാണ്. ഫസ്റ്റ് ടൈമാണ് ഒരു സെമിത്തേരി പേര് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഒരു പേടിയുണ്ട്. ഏട്ടാ, ഈ കുതിര എന്ന് പറയുമ്പം ഈ പള്ളി പണിഞ്ഞത് റെവറൻ ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറയുന്ന ഒരു, അപ്പം ആ ഫാദർ ഇവിടെ വന്ന ആ സമയത്ത് പുള്ളിയുടെ കൂടെ വന്നവരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ താമസിച്ചവരും അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം അതിലൊരു പുള്ളിയാണ് ജാക്ക് ഡാനിയൽ മുൺറോ. ഈ പുള്ളിയുടെ കുതിരേനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചെന്നാണ് പറയുന്നത്. ഇവിടെ വേറെ ഇപ്പം ഇങ്ങനെ കുതിരയുടെ കല്ലറകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഈ പുള്ളിയുടെ കുതിരയുടെ മാത്രമാണ് ഇവിടെ കല്ലറ ഉള്ളത്. അപ്പം ഇതാണ് പുള്ളിയുടെ കുതിരയുടെ കല്ലറ. കുതിര ഇത് കല്ലറയാണ്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കറക്റ്റ് 103 വർഷം പഴക്കമുള്ള ഇടുക്കിയിലെ ആദ്യത്തെ പള്ളിയാണ് ഇത്. 154 വർഷം, 57. ഓക്കെ, വേറെ ഏതെങ്കിലും കല്ലറ ഉണ്ടോ അവിടെ? വേറെ കല്ലറകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവിടെ ഇതുണ്ട്. നമുക്കിങ്ങനെ കറങ്ങി ഇത് ഫുള്ള് കാണിച്ചിട്ട് അങ്ങനെ പോയാൽ പോരെ? അവിടെ ആ ഒരു കല്ലറ കാണിക്കാനുണ്ട്, അത് വിഷയമാണ്. ഈ കല്ലറകളുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ ഉള്ള എല്ലാ കല്ലറകളുടെയും മറ്റേ ഈ മാർബിള് ഇതെന്ന് പറയുമ്പം പ്യുവർ സ്റ്റോൺ കട്ടിങ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. മറ്റേ ഇത് വെച്ച് ഹാമർ വെച്ച് ചെത്തിയെടുത്ത സാധനമാണ്. ഇതാണ് കല്ലറയല്ലേ പറഞ്ഞ? ഇത് ഒറ്റക്കല്ല് തീർത്ത ഇതാണല്ലേ? ഇതാണ് ലണ്ടൻ അല്ലേ ഈ കല്ലറയുടെ ഇതെന്ന് പറയുമ്പം. ഈ കല്ലറയുടെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെ കല്ലറയാ. ഈ കൊച്ച് ജനിച്ച അതേ ദിവസം മരിച്ചു. കറക്റ്റ് 2 വർഷം, 1932 ജനിച്ച് 1934 മരിച്ചുപോയി, നവംബർ 4. അപ്പം
ആണ്ടാ ആ കൊച്ചിന് വേണ്ടി കൊച്ചിന് വേണ്ടി നിർമ്മിച്ചാണല്ലേ? ഇതിന്റെ കൈയൊക്കെ നശിക്കുകയാണല്ലേ? ഉം. ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട്? 1932-ലാണല്ലേ? പിന്നെ ആണെങ്കിൽ ആ കൊച്ചിന് വേണ്ടി എഴുതിയ ഒരു കവിത ആ സൈഡിൽ ഉണ്ട്. കവിതയും കാണാൻ പറ്റും. ഏകദേശം മാഞ്ഞു പോയല്ലേ? ഇല്ല ഇല്ല, മാഞ്ഞൊന്നും പോയിട്ടില്ല. ഓ നോട്ട് ഇൻ ക്രൂവൽറ്റി, നോട്ട് ഇൻ റാത്ത്, ദ റീപ്പർ കെയിം ദറ്റ് ഡേ, ഇറ്റ് വാസ് എൻ ഏഞ്ചൽ വിസിറ്റഡ് ദ ഗ്രീൻ എർത്ത് ആൻഡ് ടുക്ക് ദ ഫ്ലവർ അവേ. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കല്ലറാണല്ലേ? ആ, അവിടെ ഉണ്ട്. അത് ഇത് 1948. ആൾക്കാർ പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ. ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഇവരുടെ ആൻസസ്റ്റേഴ്സിന്റെ കല്ലറ കാണാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് സിനിമ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ടോ? സിനിമ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഇടയ്ക്കൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, ഉണ്ടായിരുന്നു. ആ, മറ്റേ ജോജു ജോർജും പിന്നെ കല്യാൺ പ്രിയദർശൻ. ഇപ്പൊ പുതിയ സിനിമ അവരുടെ ഇത് അവിടെ ആ സൈഡിലുണ്ട്. സിനിമയിലെ അവര് പൂപ്പില്ലല്ലേ? പൂവില്ല, അത് 10 വർഷത്തിന് ഒരു വട്ടമേ വരുള്ളൂ. നമ്മളെ നീലക്കുറിഞ്ഞ പോലെ. ഇത് ബ്രിട്ടീഷ് കല്ലാണല്ലേ? എഴുതിയിട്ടില്ല. ഉണ്ട് ആ സൈഡിൽ അങ്ങനെ ഉണ്ട് ഇൻസ്ക്രിപ്ഷൻസ്. ആ സൈഡിലല്ലേ? സൈഡിലായിട്ട് വായിക്കാൻ പറ്റില്ല. ഇൻഷോർ ആൻഡ് സർട്ടൻ ഹാവ് ക്യാമറ കിട്ടുന്നില്ല. അത് ബ്രിട്ടീഷുകാരാണല്ലേ? അത് നല്ല പഴക്കമുള്ള കല്ലറ. മൊത്തം സെമിത്തേരിയാണല്ലേ ഇപ്പോൾ? വേറെ ഒന്നുമില്ല, ഇവര് മാത്രമല്ലേ ഉള്ളൂ ഈ പരിസരത്ത്? ഈ പരിസരത്ത് ഈ ഒരു സെമിത്തേറി. പിന്നെ കുട്ടിക്കാനത്ത് അവിടെ 1882. 1882 കാണാൻ പറ്റും. പല സിനിമയിൽ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അടുത്ത നോക്കി ജോജു സിനിമയല്ലേ? പുതിയ സിനിമയുടെ ലൊക്കേഷനുള്ള സ്ഥലമാണ്. ഇവിടെ ആരെയും കല്ലറ കാണിച്ചിട്ടായിരിക്കും ഷൂട്ട് എടുത്തത്. അവിടെ നിന്നല്ലേ സിനിമ? ഇവിടെ ഷൂട്ടിംഗ് ആണല്ലേ? ഇവിടെയാണ് ഷൂട്ടിംഗ് ആയിരുന്നല്ലേ? ഇതൊക്കെ ഒറിജിനൽ അല്ല, ഇത് മറ്റേ കണ്ടാ മനസ്സിലാകത്തില്ലേ, കാർഡ്ബോർഡ്. ഇത് അവരെ ഷൂട്ടിംഗുകാർ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോകുന്നു. ഇത് ആർട്ടിഫിഷ്യലാ? ഇത് ആർട്ടിഫിഷ്യലാ. ഈ സൈഡുള്ളതാണ്. ഇത് ആർട്ടിഫിഷ്യലാ? ഇല്ല, ഇതൊക്കെ ഒറിജിനലാ. ഈ സൈഡ് ഇതൊക്കെ ആർട്ടിഫിഷ്യലാ, ഷൂട്ടിംഗുകാരാ. ശരി. ടെർമോക്കളിൽ ഇത് സത്യം പറഞ്ഞ് ഈ കല്ലറയ്ക്കകത്ത് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നും. പക്ഷേ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് അവർ കണ്ടല്ലേ? സിനിമ ഓരോ സിനിമയ്ക്ക് ഓരോ പേരും കല്ലറയാണ് ഈ 3 സെക്ഷനും വരുന്നത്. അപ്പോൾ ഇതിന് പെർമിഷൻ ഉണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ? പെർമിഷൻ കുഴപ്പമൊന്നുമില്ലല്ലേ? അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലല്ലേ? ഇത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അങ്ങനെ വന്നിട്ടില്ലല്ലേ അധികം? ഇപ്പം നമ്മളിവിടെ ഡോർമെട്രി പണിയുന്നുണ്ട്, പാപ്പനേജ് കൂട്ടുക. അപ്പം നമുക്കിവിടെ ടൂറിസ്റ്റ് വരുന്നവർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും, റെൻ്റ്. അങ്ങനെ ഇപ്പം നമ്മൾ അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക. 1990. വേറെയും കുറച്ച് കല്ലറ ഉണ്ട്, നമുക്ക് അതും കൂടെ കാണാം. അടുത്തോട്ട് പോകുന്നില്ല, കണ്ടല്ലേ? ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കല്ലറയാണ്. വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ആൾക്കാരെ കാണാൻ അവർ എല്ലാ വർഷം തോറും വരുമല്ലോ ഇവിടെ. അങ്ങനെ ഇവിടുത്തെ ഫുൾ വിശേഷങ്ങൾ നമ്മൾ കണ്ടല്ലോ.